സുപ്രഭാതം. സ്നേഹബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ ജോബി അച്ഛ, ഉപപ്രധാന അധ്യാപകരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നവംബർ 17 അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം. ഈ ദിനത്തിൽ ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പണ്ടൊരു സംസ്കൃത കവി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കാകചേഷ്ട ബഹുധ്യാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥികളുടെ പഞ്ചലക്ഷണങ്ങളെല്ലാം വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ഗീതം ആരംഭിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമല്ല. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. അവളിൽ നടക്കാൻ വഴിതെളിച്ചതും ദൈവവചനമാണ് നാം കേട്ടത്. ഓരോ ദിവസവും ഒരു നല്ല ചിന്തയോടെ ആരംഭിക്കുമ്പോഴാണ് ആ ദിവസം കൂടുതൽ ഉത്സാഹപൂർണ്ണമാകുന്നത്. ഒരു നല്ല ചിന്ത നമ്മെ നല്ല പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയം അവതരിപ്പിക്കുന്നതിനായി ഗോകുലിനെ ക്ഷണിക്കുന്നു. വിജയം കഠിന അധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമാണ്. ഞാൻ ആവർത്തിക്കുന്നു, വിജയം കഠിന അധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമാണ്. നന്ദി. ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളിൽ ആദ്യത്തെയാണ് കാക്കചേഷ്ട. കാക്കയുടെ പരിശ്രമം. ഇതാണ് കാക്കചേഷ്ടയുടെ അർത്ഥം. കാക്ക വെള്ളം കുടിക്കാൻ പാറക്കല്ലുകൾ ഉപയോഗിച്ച് പാത്രത്തിലെ വെള്ളത്തിന്റെ നില ഉയർത്തി കുടിച്ച കഥ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ആ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിയും പരിശ്രമവും ചേർന്നാൽ അസാധ്യങ്ങളെ പോലും സാധ്യമാക്കാം എന്നതാണ്. വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വെല്ലുവിളികൾക്കുള്ള പഠിക്കാം, പക്ഷേ പിന്നെ മൊബൈൽ, ഗെയിം, ഉറക്കം ഇവയെല്ലാം നമ്മെ തടസ്സപ്പെടുത്തും. അപ്പോഴാണ് നമ്മൾ കാക്കയെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. പരാജയം നമ്മെ ഒരു പടി പിന്നോട്ട് തള്ളിയാലും പിന്നെയും ശ്രമിക്കാനുള്ള മട്ടിലുള്ള ധൈര്യം തന്നെയാണ് കാക്കചേഷ്ട. ശ്രമം ഉപേക്ഷിക്കാത്തവർക്ക് വിജയം ഉറപ്പ്. നമുക്ക് എല്ലാവർക്കും കാക്കയെ പോലെ ശ്രമശാലികളാവാം. അടുത്തതായി ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം ഭാവോദ്യാനം എന്നതാണ്. ഭാവോദ്യാനം എന്നാൽ മുമ്പിൽ നിൽക്കുന്ന കൊണ്ടാട്ടക്കൊപ്പ് പോലെ മുഴുവൻ ശ്രദ്ധയും ഏകാഗ്രതയും ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നതാണ്. കൊക്ക് ജലത്തിൽ നിൽക്കുന്ന മീനിനെ പിടിക്കാനായി മണിക്കൂറോളം നിശ്ചലമായി കാത്തിരിക്കും. അതുപോലെ ഓരോ വിദ്യാർത്ഥിയും പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യം നേടാൻ, ജീവിതത്തിൽ വിജയിക്കാൻ തന്റെ മനസ്സിനെ ഒരു കാര്യത്തിലേക്ക് മാത്രമാക്കി കേന്ദ്രീകരിക്കാൻ പഠിക്കണം. പഠിക്കാനിരുന്നാൽ മൊബൈൽ, ഗെയിം, TV ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ ചിതറിക്കും. പക്ഷേ ഭാവോദ്യാനമുള്ള വിദ്യാർത്ഥി ഈ എല്ലാം തടസ്സങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ശ്രദ്ധ ഉറപ്പായാൽ വിജയം ഉറപ്പാണ്. കൊക്ക് പോലെ നിശ്ചയവും ലക്ഷ്യബോധവുമുള്ള വിദ്യാർത്ഥികളായി നമ്മുടെ ഭാവി സ്വപ്നങ്ങളെ സത്യമാക്കാം. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനായി പഠനത്തിൽ മാത്രം ശ്രദ്ധ മതിയാവില്ല. ജാഗ്രതയും മനസ്സിന്റെ സൂക്ഷ്മതയും അതോടൊപ്പം വേണം. ഈ ഗുണത്തെയാണ് ശ്വാനനിദ്ര എന്ന് പറയുന്നത്. നായ ഉറങ്ങുമ്പോഴും ചെറിയ ശബ്ദം കേട്ടാലോ ചുറ്റുവട്ടത്തിൽ മാറ്റം വന്നാലോ ഉടൻ കണ്ണു തുറക്കുന്നു. അതാണ് ശ്വാനനിദ്ര. ഉറക്കത്തിലായാലും അവിടുത്തെ സാഹചര്യങ്ങളിൽ തയ്യാറായി നിൽക്കുക. ഓരോ വിദ്യാർത്ഥിയും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരവസരം നന്നായി ഉപയോഗിക്കുക, പിഴവുകൾ തിരിച്ചറിയുക, അപകടകരമായ ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും മനസ്സ് സജ്ജമായി വെക്കുക. ശ്രദ്ധയില്ലാതായാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ സ്വാതന്ത്ര്യത്തിലുള്ള വിദ്യാർത്ഥി സമയത്തിന്റെ വില മനസ്സിലാക്കി ചുരുങ്ങിയ സമയത്തെ പോലും ഫലപ്രദമാക്കും. എപ്പോഴും ജാഗരൂകനായ വിദ്യാർത്ഥിയാണ് ജീവിതത്തിന്റെ ഉയരങ്ങളിൽ എത്തുന്നത്. നമുക്കെല്ലാവർക്കും നായികയുടെ ജാഗ്രതയെ പോലെ ജീവിതത്തെ നേരിടാൻ സജ്ജരാകാം. വിദ്യാർത്ഥിയുടെ ഉയർച്ചയ്ക്കും വിജയം നേടുന്നതിനും ഏറ്റവും ആവശ്യമുള്ളത് ആരോഗ്യമാണ്.
ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന ശീലമാണ് അല്പാഹാരം അഥവാ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കൽ. അധികമായി ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരും, പഠനത്തിൽ ശ്രദ്ധ കുറയും, ശരീരം ബുദ്ധിമുട്ടും. ഇത് നമ്മുടെ ലക്ഷ്യങ്ങളെ പിന്നിലാക്കും. പക്ഷെ തക്കവരിൽ ഉപകാരകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഊർജ്ജം ലഭിക്കും, മനസ്സിന് ഏകാഗ്രത ഉണ്ടാകും, രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആരോഗ്യം ശരീരത്തിന് ആദ്യപടി. വിദ്യാർത്ഥികളായ നാം ചോക്ലേറ്റ്, ഫാസ്റ്റ് ഫുഡ്, അനാരോഗ്യകരമായ സ്നാക്സ് ഇവയിൽ അടിമപ്പെടാതെ ശരീരവും പഠനവും സമതുലിതമാക്കാൻ പഠിക്കണം. ആരോഗ്യത്തെ കരുതുന്ന വിദ്യാർത്ഥിയാണ് വിജയപഥം ഉറപ്പായി കെട്ടിപ്പടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അല്പാഹാരത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാം. അടുത്തതായി ഒരു ഉത്തമ വിദ്യാർത്ഥി ഗൃഹത്യാഗിയായിരിക്കണം. ഗൃഹത്യാഗി എന്നത് വീട് വിട്ട് ഒറ്റയ്ക്ക് പോവുക എന്ന അർത്ഥമല്ല. സ്വന്തം ആലസ്യം, മോശം ശീലങ്ങൾ, സുഖവ്യവഹാരങ്ങൾ എന്നിവയെ വിട്ടൊഴിഞ്ഞ് ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുക എന്നതാണ് യഥാർത്ഥ അർത്ഥം. വിജയിച്ച ഒരു വ്യക്തിയുടെയും പിന്നിൽ ത്യാഗത്തിന്റെ ഒരു കഥയുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കളിയിലെയും മൊബൈലിലെയും ആകർഷണത്തെ വിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നമ്മളും ഗൃഹത്യാഗികൾ തന്നെയാണ്. കുഞ്ഞു പക്ഷി കൂട് വിട്ട് പറക്കാൻ പഠിക്കുമ്പോൾ പേടിയുണ്ടാകും. പക്ഷേ അതിന് മറികടക്കുമ്പോഴാണ് ആകാശം അതിൻ്റെതാകുന്നത്. അതുപോലെ നമ്മുടെ കംഫർട്ട് സോണിനെ ഭേദിക്കുമ്പോഴാണ് ഭാവി നമുക്ക് സ്വന്തമാകുന്നത്. ഗൃഹത്യാഗമില്ലാതെ വിജയമില്ല. നമുക്ക് എല്ലാവർക്കും ആ ത്യാഗശക്തി കൈവരിക്കാം. കാക്കയുടെ കെട്ടുദ്വാരവും കൊക്കിന്റെ ഏകാഗ്രതയും നായയുടെ ജാഗ്രതയും ആരോഗ്യകരമായ ഭക്ഷണശീലവും പുതിയ വെല്ലുവിളികൾ നേരിടാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മോട് കൂടെ ആയിരിക്കും. നന്ദി. ഇന്നേ ദിനത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും നമ്മുടെ മനസ്സിൽ പുതുമയുള്ള ചിന്തകൾ വിതയ്ക്കാനും നമ്മുടെ ജൂലിയറ്റ് ടീച്ചറെ ക്ഷണിക്കുന്നു. Respected principal, vice principals, brothers, sisters, teachers, non-teaching staff, and my dear students, a warm good morning to you all. First of all, let me congratulate Class 5B and their class teacher, Mamsini, for their wonderful assembly presentation. Today, they have presented a beautiful topic before us, that is the 5 qualities of a student. They are the effort of a crow, concentration of a crane, alertness of a dog, eating sparingly, and detachment from home. Effort of a crow means you have to show perseverance and hard work, like a crow in the story who drops pebbles to raise the water level to drink. Concentration of a crane means intense focus and single-minded dedication to the task at hand. Alertness of a dog means light sleep, where the student remains alert and can wake up quickly, similar to a dog that can be startled awake easily. Eating sparingly means consuming a moderate amount of food to maintain good health and avoid sleepiness and staying active and mentally sharp. The last one is detachment from home. This means a student should be ready to leave his comfort zone and embrace the challenges necessary for learning. If you possess these qualities, you can make a better performance in your studies. I wish you all the very best for your skill exams. Believe in yourself, stay calm, and give your best. Thank you. A very good morning to all of you, my dear students, teachers, uncles and aunties. How are you all today? Are you all ready for your examinations? All the very best for your exam, your skill exam mainly today. Good. Just a thought reflection back. You all enjoyed your Children's Day programs, so it was a beautiful day. All your teachers were performing on the stage. Did you enjoy their show? Good. At the same time, you also had the whole day free and you were also jumping around, dancing around. Did you all have nice lunch that day? Yes, it was nice. So, a short feedback, a short reflection on that day and a few points to what we have done that day. Yes, it was good that you all needed one day and it was given to you. So you had your teachers, invariably everyone coming onto the stage and performing for you, not just because they want to come on stage, but they wanted to make you happy. And at the same time, they also wanted to show that they are talented. Okay? So that is first thing. And the second,
It was totally a day off for you, and programs were arranged. Though we could not keep up the time entirely, arrangements were made in between. And so the day was dedicated for all of you. It was good and it is correct. On the 3rd, I expect that all of you had a good time, good meal together. All of you brought, all of you shared. Is it? None of you in the classes went hungry that day? Class 2, maintain little control, self-control, and let others also speak. Yes, whether the students, all of you in your classroom had enough lunch. Did they all share? That is the main intention that we need to see. So you need to reflect and think and see whether you were okay to share, happy to share. Did you all share your food? Okay, good. I, at the same time, hear that some of you could not bring some food, which it doesn't matter at such times, because the teachers were to make provisions for everyone. And therefore, all of you share, and even those who don't bring or those who bring so much, share. Okay, so that is the motto mainly. So do not become negatively selfish and disoriented in that perspective. Next, with regard to your stage programs and your DJ dances, do you all enjoy? Yeah, you all were given a chance to perform on the stage whatever you wanted to perform as a class, as an individual, as the time permitted. And it was very impressive to see many talents coming onto the stage. Some students performing variety programs, not just dance or a song, etc. It is very, very encouraging and inspiring to see all that you have all these talents and capacities, all this, that power and potential in you. Okay, so build it up, okay, nurture it, and become more efficient in what you are doing. At the same time, during the DJ dances, what I observed was that some of you were, as groups, pushing and pulling, becoming very much aggressive during the dances. So I was also actually frightened to join with my broken leg. So I think that we should be a little careful. What do you say, right? So like today's topic, what you reflected over this about how the students' nature and attitude should be. So in a way, dear students, dear children, we all have very great values from our own culture. Okay? We do not learn or need not look at other cultures for something that we do not have. We already have plenty of values. Okay? So it doesn't matter, like I said already previously, we move to 2030 or 2050 or 3000, doesn't make any difference. The word thank you in English will remain the same maybe after 100 or 500 years after. The word sorry and the feeling attached to it remains the same after another 150 years also. So it doesn't matter. The value that you carry into any age, the same. Because those values and those words attached to those values come from the heart, come from the inner core of a personality. And that cannot be given or bought with the money. You need to cultivate it from your own inner personality. So remember, students, try to eliminate the evil that is in you and try to bring out the good that is in you. Did you all thank your teachers for their performance, etc. that day? You all thank, because I told to thank that day, and you are all thanking unwillingly. Did you all go to your class? When you reach your class, did you thank your teachers? I don't know, because nobody thanked me. Nobody came and told anything to me. Only a few students here and there came, talked to me, thanked me, and gave me some things here and there. Only 2 groups asked me, Father, would you come to play? Come to dance. Correct. But the intention behind that also matters. Well, as I conclude this reflection on your Children's Day, dear students, if any student has any thoughts, any feedbacks to give to me, please come to me today anytime and give me your feedbacks. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും അഖണ്ഡതയും ഐക്യവും പ്രകടിപ്പിക്കുന്നതിനായി പ്രതിജ്ഞ ചൊല്ലുവാൻ ദിയയെ ക്ഷണിക്കുന്നു. തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും